ഇന്നു മുതൽ നിന്റെ സമയം തെളിയാൻ പോവാ. ചെക്ക് പോസ്റ്റിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. അറിയാം. പിന്നെ മംഗലാപുരത്ത് എത്തിയാൽ ഉടനെ ഇങ്ങോട്ട് ഫോൺ ചെയ്യാം. എന്തിനാ എന്റെ ഉണ്ണിയെ കൊന്നത്? ആർക്ക് വേണ്ടി അവനെ കൊന്നത്? പറയാൻ. ഞാൻ പറയാം. ഇരിക്കുന്ന പോലെ വിദ്യാർത്ഥികൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അടിമുടി പെട്രോളിൽ കുളിച്ച് തെരുവിലേക്ക് ഇറങ്ങുമ്പോ തടയാൻ പോയിട്ട് ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഒരു പോലീസുകാരൻ ധൈര്യപ്പെടില്ല. നോക്കിയോ, എനിക്ക് ഭയമുണ്ടല്ലേ? ഗുഡ്. നാളത്തെ നീക്കങ്ങൾ എങ്ങനെയാവണമെന്ന് നീയും പപ്പനും കൂടെ തീരുമാനിച്ചാൽ മതി. എന്നിട്ട് എന്നെ അറിയിക്കണം. മുരുക, ഇവനെ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വാ. നാളെ എന്താ വേണ്ടതെന്ന് അറിയാമോ നിനക്ക്? ഇല്ല. വാ, പറയാം. കൊല്ലരുത്. മരിച്ച രണ്ടുപേർക്കും ഞാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നിങ്ങളുടെ ഒരു റിപ്പോർട്ടിലും വരരുത്. പത്രങ്ങളിലും അങ്ങനെ വരാൻ പാടില്ല. ഇല്ല. ഇതുവരെ ബോഡി ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലെന്നാണ് FIR-ൽ. പത്രങ്ങളോടും അതിലപ്പുറം ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം കഴിച്ച് ബോഡി മറവ് ചെയ്യാൻ ഏർപ്പാടും ചെയ്തു. താങ്ക് യു വെരി മച്ച്. വൈകുന്നേരത്തെ അവാർഡ് ഫംഗ്ഷന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നാ എന്റെ ടെൻഷൻ. എന്റെ പേരിൽ വേണ്ട. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങല്ലേ, അങ്ങേയറ്റം സെക്യൂരിറ്റി ഏർപ്പാട് ചെയ്യണം. പിന്നെ അവരെ കസ്റ്റഡിയിൽ എടുത്തോ, ആ ഹരിയും കൂട്ടരെയും? ഇല്ല. അലിയുടെയും മുരുകന്റെയും മർഡറുമായിട്ട് അവരെ കണക്ട് ചെയ്യാൻ തെളിവൊന്നും കിട്ടിയിട്ടില്ല. തെളിവ്? തേങ്ങ കൊല. വെറുതെ കിടന്ന് ഉറങ്ങുന്നവനെ വിളിച്ചുണർത്തി അറസ്റ്റ് ചെയ്ത് 4-5 ദിവസം ലോക്കപ്പിലിട്ട് ഇടിക്കാൻ നിങ്ങൾക്ക് ഒരു തെളിവും വേണ്ട. നാണമില്ലാതെ അവന്റെ തല്ലും വാങ്ങിച്ച് നടക്കുന്നു. ഒരൊറ്റ ദിവസത്തേക്ക് പിടിച്ച് അകത്തിട്ടാ മതി. നാളെ അവരെ എനിക്ക് പുറത്തു വേണം. നോക്കിക്കോ, നാളെ അവരെ ജാമ്യത്തിൽ ഇറക്കുന്നത് GP ആയിരിക്കും. എന്നാ ആരെയാന്ന് വെച്ചാ വിളിച്ച് പറയാം. ഇതുകൊണ്ട് തീർന്നെന്ന് വിചാരിക്കണ്ട. ഇനിയും വരും ഞാൻ. കൂട്ടണോ?
ആരത്? മീരയോ? ഇരിക്കെ. സർ, ഞങ്ങൾ വന്നത്... അറിയാം. സ്റ്റേഷനിൽ ചെന്നിരുന്നു അല്ലേ? അതെ, ഹരികൃഷ്ണനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത്. അതും അറിയാം. പക്ഷേ സോറി, ഒരു കാരണവശാലും ബെയിൽ കൊടുക്കരുതെന്നാണ് സർ. ജാമ്യം തരില്ലെന്ന് പറയാൻ ഹരികൃഷ്ണൻ ടെററിസ്റ്റ് മറ്റോ ആണോ? ടെററിസ്റ്റ് ആണോ അല്ലയോ എന്നൊക്കെ കോടതി തീരുമാനിക്കും. നാളെ രാവിലെ അയാളെ കോടതി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് ജാമ്യം എടുത്തോളൂ. സി മിസ്റ്റർ ജോൺ, ഇത് അന്യായമാണ്. എന്ത് ചാർജിലാ നിങ്ങൾ ഹരിയെ കസ്റ്റഡിയിലെടുത്ത് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നിങ്ങളോട് സത്യം പറയാമല്ലോ, എന്ത് ചാർജ് കൊടുക്കണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. വാട്ട് റബ്ബിഷ് ഈസ് ദിസ്? ഒരു കുറ്റവും ചാർജ് ചെയ്യാതെ കസ്റ്റഡിയിൽ എടുത്തിട്ട് എന്ത് തെമ്മാടിത്തരാ നിങ്ങൾ ഈ കാണിക്കുന്നത്? ഇത് നിങ്ങളുടെ പത്ര ഓഫീസല്ല. ചോദ്യം ചോദിച്ച് വെള്ളം കുടിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ സോറി, ഇത് നിങ്ങളുടെ പ്രസ് ക്ലബും അല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ അയാളെ കോടതിയിൽ ഹാജരാക്കുമ്പോ അയാളുടെ പേരിൽ ഒരു ചാർജ് കാണും. റേപ്പോ, ഭവനഭേദനമോ, വധശ്രമമോ, പബ്ലിക് നോയിസൻസോ എന്തെങ്കിലും. കഴിയുമെങ്കിൽ ഒരു മർഡർ കേസ് തന്നെ ചാർജ് ചെയ്യണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പേടിക്കണ്ട, എന്ത് കേസായാലും 10 സാക്ഷികളുണ്ടാവും. ദാറ്റ് ഇസ് ഗ്യാരണ്ടി. കൂടുതലൊന്നുമില്ലെങ്കിൽ യു മേ ഗോ. ഞാൻ അല്പം ബിസിയാണ്, അറിയാമല്ലോ. ഇന്നത്തെ അവാർഡ് ദാന ചടങ്ങിന്റെ മുഴുവൻ സെക്യൂരിറ്റിയുടെ ചുമതല എനിക്കാണ്. CM അടക്കം VIP മാരുടെ ഒരു പട തന്നെ ഉണ്ടെന്ന്. നീര വരില്ലേ കവർ ചെയ്യാൻ? ഞാനുണ്ടാവും, തീർച്ചയായും. ഹലോ കമ്മീഷണർ. ഹലോ. എന്താ പുതിയ വേഷത്തിൽ? ഒരു വലിയ ചടങ്ങല്ലേ നടക്കാൻ പോകുന്നത്. പിന്നെ എവിടെ വരെയായി നിങ്ങളുടെ സുരക്ഷാ ഏർപ്പാടുകൾ? കളിയാക്കണ്ട, വല്ലാത്ത ഡിറ്റർമിനേഷൻ ഉണ്ട് ആ റാസ്കലിന്. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഉത്തരം പറയേണ്ട ഞങ്ങളാ. എന്ത് സംഭവിക്കാൻ? നിങ്ങളുടെ ഈ വെപ്രാളം കാണുമ്പോ എനിക്ക് പോലും ചെറിയൊരു പേര് തോന്നുന്നല്ലോ. ഇനി പേടിക്കാനൊന്നുമില്ല, വേണ്ടതുപോലൊക്കെ ചെയ്തു കഴിഞ്ഞു. ആ ഹരികൃഷ്ണൻ തളച്ചിടാൻ ലോക്കപ്പിന് ബലം പോരാ എന്ന് എനിക്കൊരു തോന്നൽ. ഒരു പോലീസ് ഓഫീസറുടെ ധൈര്യം അല്ല, ഒരു പോലീസ് ഓഫീസറുടെ ഇൻറ്റ്യൂഷൻ ആണെന്ന് കണക്കാക്കിയാൽ മതി. അവനെ സിറ്റിക്ക് പുറത്ത് ക്രൈംബ്രാഞ്ചിന്റെ ഇന്ററോഗേഷൻ ക്യാമ്പിലേക്ക് മാറ്റാൻ ഏർപ്പാട് ചെയ്തു. ചോദ്യം ചെയ്യാനും ചോദ്യം ചെയ്യാനും ഒക്കെ അവിടെയാ സൗകര്യം. കറക്റ്റ്. അവനെ ഇപ്പൊ അവരവിടെ എത്തിച്ചു കാണും. ഇത്ര നേരത്തെ എന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. CM പതിവ് പോലെ 2 മണിക്കൂർ ലേറ്റാ. എറണാകുളത്തുനിന്ന് പുറപ്പെട്ടതേ ഉള്ളെന്ന വിവരം ഇപ്പൊ കിട്ടിയതേ ഉള്ളൂ. അത് മിന്നൽ പോലും എത്തുകയല്ലേ, വഴിയൊക്കെ ഇടിച്ചു പൊളിച്ച്. അല്ല, വേണമെങ്കിൽ ഒരു പോലീസ് എസ്കാർട്ട് തരാം, ഇന്നത്തെ പ്രത്യേക സിറ്റുവേഷൻ കണക്കിലെടുത്ത്. നാണക്കേട്. നിങ്ങൾ പോയി CMന്റെ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് ഏർപ്പാട് ചെയ്യേ, ഞാൻ എത്തിക്കൊള്ളാം. ഓക്കെ, താങ്ക് യു. പോട്ടെ. വേഗം വേണ്ട. എന്നെ കൊന്നിട്ട് എവിടെ പോയി ഒളിച്ചു നീയൊക്കെ? നിന്റെ രക്ഷകനില്ലേ ആ ഹരികൃഷ്ണൻ, അവന് പുറത്തു പോയാൽ പോകില്ല. ഒഴിക്കരുത്, അയക്ക്, അയക്ക്. നീ കെട്ടയച്ചിവിടെ, കെട്ടയച്ചാൽ നിനക്ക് കുഴപ്പമില്ല. അയക്ക്, ഒഴിക്കരുത്. എന്നെ കൊന്നിട്ട് നീയൊക്കെ ഇവിടെ പോയി ഒളിക്കാൻ ആലോചിച്ചു.
വേണ്ട, ഞാൻ പറഞ്ഞു കേക്ക്. നോ, മാംസം പൊള്ളിക്കരിയുമ്പോഴും പ്രാണൻ വിട്ടുപോകാതെ പിടയുന്നവന്റെ വേദന എന്താണെന്ന് നീ അറിയണം. എന്റെ ഉണ്ണി അലറി നിലവിളിച്ചതുപോലെ നീയും നിലവിളിക്കണം. നിന്റെ അനിയനെ ഞാനൊന്നും ചെയ്തതല്ല, ഞാൻ കൊന്നതല്ല അവനെ. അറിയാം, നീ അവനെ കൊന്നില്ല. അത്ര പോലും കരുണ നീ അവനോട് കാണിച്ചില്ല. നീ അവനെ ജീവനോടെ ദഹിപ്പിച്ചു, പച്ച ജീവനോടെ. അതുപോലെ നിന്നെയും തെരുവിലിട്ട് ചാമ്പലാക്കണമെന്നാണ് ഞാൻ മോഹിച്ചത്. അതിനെനിക്ക് കഴിയാതെ പോയി. സാരമില്ല. അയാളെ ഒന്നും ചെയ്യരുത്. ഞാൻ പറയുന്നതനുസരിക്കൂ. അയാളെ ഞാൻ അറസ്റ്റ് ചെയ്യാം. ഹരി, ഇവരോട് മാറി നിൽക്കാൻ പറയണം. നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. തനിക്കാവാം അല്ലേ? തനിക്ക് നിയമത്തിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പാം, പിച്ച് ചീന്താം, മുക്കാൽ കാശിന് തൂക്കി വിൽക്കാം. എന്നിട്ട് പിന്നെയും നിയമപാലകന്റെ പുറംതോലിട്ട് ഞെളിഞ്ഞു നടക്കാം. ഇത് അറസ്റ്റ് വാറന്റാണ്. ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ഗവൺമെന്റിന് കിട്ടിയ എൻക്വയറി റിപ്പോർട്ടിൽ ഇയാളെ പ്രതിയാക്കാൻ നിർദ്ദേശമുണ്ട്, ഉണ്ണിയെ കൊന്നതിന്. നോ, എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. ഇപ്പൊ ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്താലും നാളെ നേരം വെളുക്കും മുമ്പ് നിങ്ങൾ തന്നെ ഇയാളെ കയ്യാമം തുറന്നു കൊടുക്കും. ഇയാളുടെ അച്ചാരവും വാങ്ങിച്ച് ഇയാളെ രക്ഷപ്പെടുത്തി കൊടുക്കും. അതിന് നിങ്ങൾക്ക് ഒരുപാട് ന്യായങ്ങളുണ്ടാവും. പണ്ട് പറഞ്ഞതുപോലെ ഗതികേടിന്റെ കണക്കുകൾ, അല്ലെങ്കിൽ പെര നിറഞ്ഞു നിൽക്കുന്ന പെങ്ങന്മാരുടെ നെടുവീർപ്പിന്റെ കണക്കുകൾ. ഒരു തെറ്റും ചെയ്യാത്ത പാവം ഇവരും തന്റെ കൂട്ടാളികൾ തന്റെ അനിയനെ കൊന്നതിന് പകരം വീട്ടാൻ തനിക്ക് അവകാശമുണ്ട്, സമ്മതിച്ചു. പക്ഷെ ഇവരെ ബലി കൊടുക്കാൻ തനിക്ക് എന്താ അവകാശം? കമോ ടെൽ മീ. നോക്കിക്കോ, ഇവരിൽ ഓരോരുത്തർക്കും ജീവപര്യന്തം വാങ്ങിക്കൊടുക്കാൻ എനിക്ക് കഴിയും. അറിഞ്ഞുകൊണ്ട് കൊലപാതകത്തിന് കൂട്ടുനിന്നതിന് ഐ വിൽ ബി ദ പ്രിൻസിപ്പൽ വിറ്റ്നസ് ആൻഡ് ഐ വിൽ സീ ടു ഇറ്റ് ദാറ്റ് ദേ ഗെറ്റ് പണിഷ്ഡ്. ഇവരെ കൂടി കൊലച്ചു കൊടുക്കാനാണ് തന്റെ ഉദ്ദേശമെങ്കിൽ യു മേ ക്യാരി ഓൺ. എനിക്ക് ഇയാളെ വേണം, ജീവനോടെ. നിങ്ങളുടെ അനിയന്റെ കേസ് മാത്രമല്ല, ഒരുപാട് നിരപരാധികളുടെ മരണത്തിന് പിന്നിൽ തെളിയാതെ പോയ കഥകളിലെ വില്ലനാണ് ഇയാൾ. അത് ഞാൻ പ്രൂവ് ചെയ്യും. ഹരി, പ്ലീസ്, യു ക്യാൻ ട്രസ്റ്റ് മീ. ഹരി, ഇക്കുറി നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഒരുകൊണ്ട് തീരെ കടലാസുമായി വന്ന ഉടനെ കൈ നീട്ടി തരുന്ന കോമാളിയാണ് ഞാനെന്ന് വിചാരിച്ചു അല്ലേ? എന്നെ അകത്താക്കാൻ ഒരു അന്വേഷണ റിപ്പോർട്ടും കുറെ തെളിവുകളും ബാക്കിയുണ്ടല്ലേ? നിന്റെ അനിയനെ ഞാൻ കൊന്നു, ഇവരോടെ കത്തിച്ച് ചാമ്പലാക്കി. ഇവരെയൊക്കെ സാക്ഷി നിർത്തി പകരം ഒരു പുല്ലൻ ചെയ്യാൻ നിനക്കൊന്നും ആവില്ല. നിന്റെയൊക്കെ ഈ നിയമമുണ്ടല്ലോ, ഈ നിയമത്തിനകത്തു നിന്ന് തന്നെയാണ് പരമേശ്വരൻ കൊന്നത്. ഒരു നിയമത്തിനും പരമേശ്വരൻ ഒരു പുല്ലും ചെയ്യാനായില്ല, ഇനിയുമാവില്ല. നിന്നെയും ദൈവന്മാരെയും ഒക്കെ നശിപ്പിക്കാൻ പരമേശ്വരൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്.